നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളത്തിലൊരു മിനി ഗോവ? നമ്മളിന്ന് കാണാൻ പോകുന്നത് മിനി ഗോവ എന്ന സ്ഥലത്തേക്കാണ്. കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ടൗണിന് അടുത്ത് കിടക്കുന്ന ബീച്ചില് ഗോവയുടെ ഒരു മിനിയേച്ചർ രൂപമാണ് മിനി ഗോവ എന്നറിയപ്പെടുന്ന സ്ഥലം. പയ്യോളി ബീച്ച് എന്നും അറിയും, അതുപോലെ തന്നെ മിനി ഗോവ എന്നും. നമ്മളങ്ങനെ ഈ മിനി ഗോവയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഈ കായലിനകത്ത് ചെറിയ ബോട്ടിങ് സംവിധാനമുണ്ട്. വള്ളങ്ങളും അതുമാതിരി ചെറു ബോട്ടുകളെല്ലാം അവിടെ കാണാൻ കഴിയും. ഞാൻ ഇവിടെ പോയപ്പോൾ വളരെ തിരക്ക് കുറഞ്ഞ സമയമായിരുന്നു, രാവിലെ ആയിരുന്നു പോയിരുന്നത്. വെക്കേഷൻ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവായിരുന്നു. നമ്മളീ പോകുന്ന വഴിക്ക് ഒരു സൈഡിൽ ഇങ്ങനെ നീണ്ടു നീർന്ന് കിടക്കുന്ന പയ്യോളി ബീച്ച്, അതുപോലെ തന്നെ മറു സൈഡിൽ കായൽ. ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ നമ്മൾ ഈ റോഡിൽ കൂടെ, കടലിൻ്റെ അടുത്ത് കൂടെയുള്ള റോഡിൽ കൂടെ ഇങ്ങനെ മുന്നോട്ട് ഓടിച്ചു പോകണം. പയ്യോളിയിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞങ്ങോട്ട് പോരേണ്ടത്. ഇവിടെ വാഹനം പാർക്കിങ്ങിനായിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊരു സ്ഥലമുണ്ട്, പെയിൻ പാർക്ക്. അവിടെയാണ് ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്ത് അതിനുശേഷം നമ്മൾ അല്പം ഈ കടലിൻ്റെ ഭാഗത്തേക്ക് നടക്കണം. അതിനുശേഷം കടൽ തീരത്തുകൂടി ഏതാണ്ട് ഒരു 500 മീറ്ററോളം നമുക്ക് മുന്നോട്ട് നടക്കണം. പോകുന്ന വഴിയിൽ നമ്മൾ കണ്ടതാണ് ഇവിടെ കക്ക വാരുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത്. രാവിലെ തന്നെ ബൈക്കുകളിലൊക്കെ എല്ലാം പറ്റി ചാക്കുകളിൽ കക്ക നിറച്ച് കൊണ്ടുപോകുന്നതാണ് അവിടെ കണ്ടത്. അങ്ങനെ ഈ കടലിൻ്റെ തീരത്തൂടെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടക്കണം. നമ്മൾ വാഹനം പാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നമുക്ക് നേരെ അങ്ങോട്ട് കിടക്കാനുള്ള ഷോർട്ട് കട്ടുമുണ്ട്. കടലിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നടക്കാമെന്ന് കരുതി ഞങ്ങൾ നേരെ കടൽ ഭാഗത്തേക്ക് വന്ന് കടലിൻ്റെ തീരത്തെ കൂടെയാണ് നടക്കുന്നത്. കടലിൻ്റെ ഇരമ്പലും ഇളങ്കാറ്റുമെല്ലാം ആസ്വദിച്ച് ഞങ്ങളങ്ങനെ മുന്നോട്ട് നടന്നു. ഇവിടെ ഈ മിനി ഗോവ എന്ന ഈ സ്ഥലത്ത് ഈ ബീച്ചിനൊരു പ്രത്യേകതയുള്ളത്, ബീച്ചിനോട് ചേർന്ന് തന്നെ കണ്ടൽക്കാടാണ്. കേരളത്തിലെ ഒരു ബീച്ചിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നേരെ കാണുന്നതാണ് ഈ കണ്ടൽക്കാട്, ബീച്ചിനോട് ചേർന്ന് തന്നെ. ഞങ്ങൾ ചെന്ന സമയത്ത് കടലിലെ വെള്ളം ഇറങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. വലിയേറ്റം വന്ന മിക്കവാറും സമയത്ത് വെള്ളം കയറി ഈ കണ്ടൽക്കാടിന് ഉള്ളിലെ വരെ വെള്ളം കയറി നിൽക്കാറുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് ഇങ്ങനെ വെള്ളം ഇറങ്ങിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടൽക്കാടിന്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ കഴിഞ്ഞു. ഇതുപോലെ നമ്മളൊരു സ്ഥലം കണ്ടത് അഷ്ടമണിക്കായലില് കടലിൽ കൂടി നടക്കുന്ന ഫീൽ ഉണ്ടാവുന്ന ഒരു സ്ഥലമായിരുന്നു. തമ്പ്രാണിക്കൊടിയിൽ പോയിട്ട് അതിന്റെ വീഡിയോ ഞാൻ ഈ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കണ്ടൽക്കാട് ഉണ്ട്, പക്ഷെ അതൊരു ബീച്ചിലല്ല, കടലിന്റെ കായലിന് നടുവിലായിട്ട്. ഇവിടെയും വെള്ളം കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുക. ഇപ്പൊ നമുക്ക് ഇതിങ്ങനെ ഈ മണലിലെ ഒരു കണ്ടൽക്കാട് നിൽക്കുന്നതായിട്ട് തോന്നും. ധാരാളം പേര് ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടിന് എല്ലാം വരാറുണ്ടെന്ന് പറയുന്നു. കാണാൻ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ. അങ്ങ് ദൂരെ ഒരു ചെറിയ ദ്വീപ് പോലെ നമുക്ക് കാണാം. വൈകുന്നേരങ്ങളിലെല്ലാം ഇവിടെ ഈ ബീച്ചിൽ വളരെ തിരക്കനുഭവപ്പെടുന്ന സ്ഥലമാണ്. ഗോവയുടെ ബീച്ചിനെ പോലെ തന്നെ അതേ അനുഭവം തരുന്ന ഒരു ബീച്ചാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മിനി ഗോവ എന്നുള്ള പേരും വന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കാണുന്നവർ ഇവിടെ മിനി ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇവിടെ ഞങ്ങൾക്കുണ്ടായിരുന്ന അനുഭവം. ഇവിടെ വരുന്നവർക്ക് വേണ്ടി ചെറിയ സ്റ്റോളുകളെല്ലാം അവിടെ ഉണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് അത് ആക്റ്റീവ് ആയിരുന്നില്ല. വെള്ളം കയറി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നടക്കുമ്പോൾ നമുക്ക് എത്ര ഡെപ്ത് ഉണ്ടെന്ന് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിവിടെ വളരെ ഭയമില്ലാത്തതിന് ഉള്ളിൽ കൂടി നടക്കാനായിട്ട് കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ഈ കണ്ടൽക്കാടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നു. മണൽ വിരിച്ച പാതയിൽ കൂടി നമ്മളങ്ങനെ പോകുമ്പോൾ സൈഡിലായിട്ട് കായൽ നമുക്ക് കാണാൻ കഴിയും. വേലിയേറ്റം കുറവായതുകൊണ്ട് ഇവിടെ വെള്ളം ഇപ്പോൾ ഈ കായലിനകത്തേക്ക് വെള്ളം കയറിയിട്ടില്ല. മിനി ഗോവയിലേക്ക് വരുന്ന വഴിയിൽ തന്നെയാണ് സർഗാലയുടെ വലിയ ക്രാഫ്റ്റ് എംപോറിയം ഉള്ളത്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഈ വീഡിയോന് ശേഷം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് കാണണമെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് വേണ്ടി വരും. വിവിധ ഇനം ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളും അതുണ്ടാക്കുന്ന രീതിയെല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഞങ്ങളങ്ങനെ മിനി ഗോവയുടെ കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങുകയാണ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വഴി. നമ്മൾ വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്നുള്ളത്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണിത്. ഞങ്ങളങ്ങനെ ആ വാഹനം പാർക്ക് ചെയ്തിരുന്ന വീടിന്റെ അടുത്തെത്തി. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി.